വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് പത്തിരിപ്പൊടി, നമ്മളുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ ഇല്ലേ, അതാണ് അരിപ്പൊടി. അപ്പോൾ ആ അരിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ അരക്കപ്പ്, നമ്മളിപ്പോൾ ഇത് ഒരു കപ്പ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ പകുതി മൈദ എടുക്കുക. മൈദ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വേണ്ടത് കുറച്ച് 2 ടീസ്പൂണോളോ 2.5 ടീസ്പൂണോളോ റവ, വറുത്തതോ വറുക്കാത്തതോ ആവാട്ടോ, കുഴപ്പമില്ല, അതും ചേർത്ത് കൊടുക്കുക. 2-2.5 ടീസ്പൂൺ ട്ടാ, കൂടണ്ട. ഇനി ഈ പറഞ്ഞ അളവിലേക്ക് ഒരു പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 പഴം 3 പഴമൊക്കെ ചേർക്കാം. ഈ ഒരു അളവിലേക്കാണ് ഒരു പഴം. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് പഞ്ചസാരയല്ല, ശർക്കരപ്പാനി ഒഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി. 1/4 കപ്പോ 1/2 കപ്പോ ആയിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ദാ ഒരുവിധം അരഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ ഒരു പരുവത്തിന് ബാക്കി നമുക്ക് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്തേ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി കുറച്ച് എള്ളും കൂടിയും ചേർക്കാം. തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ ഒന്ന് നെയ്യിൽ വറുത്തിട്ട് ഇടുന്നത് നല്ലത് തന്നെയാണ്. ഞാനിപ്പോൾ തേങ്ങാക്കൊത്തൊന്നും ഇടണില്ല. സാധാരണ വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഉണ്ണിയപ്പം. ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നല്ല സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇളക്കാനൊക്കെ നല്ല സൗകര്യം കിട്ടണ്ടേ. അടുത്തത് ചൂടോട് കൂടി തന്നെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ഞാൻ 3.5 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം മധുരം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഞാൻ കുറച്ച് നേരം വെക്കണമൊന്നുമില്ല, ഇൻസ്റ്റൻ്റ് ആയ കാരണം പെട്ടെന്ന് നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ യോജിപ്പിച്ച് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കാലത്തെല്ലാം കൂട്ടി വെച്ചിട്ട് വൈകിട്ട് ഉണ്ടാക്കിയെടുക്കാം. സാധാരണ അപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ കുറച്ച് മുന്നേ ബാറ്ററൊക്കെ തയ്യാറാക്കിയിട്ട്. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റൻ്റ് എന്ന് ഒരു വാക്ക് പറഞ്ഞ കാരണം ഇപ്പം തന്നെ ചുട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വരും, നല്ല സോഫ്റ്റാണ്, നല്ല വീർത്ത് വരും. ശരിക്കും നമ്മളുടെ സാധാരണ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെ അതേ ഒരു ടേസ്റ്റും ഒക്കെ തന്നെയാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഒരാഴ്ചത്തോളം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ആവശ്യാനുസരണം ചുട്ടെടുക്കാവുന്നതാണ്. അതിനും ഒരു കുഴപ്പമൊന്നുമില്ല, അതേപോലെ തന്നെ ഇരിക്കും. ചിലർ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്, നമ്മളതും ഇട്ട് കൊടുക്കുന്നില്ല, എന്നാലും നന്നായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പം. പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം ഞാൻ ഒരു 1/4 ടീസ്പൂണോളം കറുത്ത എള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ പണിയൊന്നുമില്ലാതെ ഉള്ള ഒരു അപ്പം ആയതുകൊണ്ടാണ് ഞാൻ തേങ്ങാക്കൊത്തൊന്നും നെയ്യിൽ വറുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാത്തത്. അതുപോലെ തന്നെ ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാരണമാണ് ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇതൊക്കെ യോജിപ്പിച്ച് ഇതെല്ലാ ഭാഗത്തേക്കും എത്തണ്ടേ എള്ളൊക്കെ, ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. കറക്റ്റ് ഇതാണ് ബാറ്ററിൻ്റെ പരുവം. നമ്മൾ ഇതേപോലെ ഇളക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ സെഡ് പോലെ, അതായത് ഇങ്ങനെ ഒഴുകി വരില്ലേ, ഇതേപോലെ വരണം. കണ്ട ഇത്. ഇപ്പോൾ നമ്മൾ അപ്പക്കാരം വെച്ചു. ഞാനിപ്പോൾ വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ മാത്രം അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാത്തിലേക്കും കുറേശ്ശെ ആക്കി കൊടുക്കലാണ് ചെയ്യാറ്. കണ്ട ഇതുപോലെ. അപ്പോൾ അതൊരു ടേസ്റ്റാണ്, നല്ലൊരു മണമാണ്, നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുന്നു. ഇനി നന്നായി ചൂടായതിന് ശേഷം നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് മാവ്. ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു പാകമുണ്ടല്ലോ, അപ്പോൾ അത് മുഴുവൻ ഒഴിക്കേണ്ട, 1/4 ഭാഗത്തോളം ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഈ മാവൊക്കെ ഞാൻ ചെറുപ്പത്തിൽ വെറുതെ ഇങ്ങനെ വിരലിൽ തൊട്ടിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഴവും ശർക്കരയും അരിപ്പൊടിയൊക്കെ ഉള്ള ഒരു മണവും ടേസ്റ്റൊക്കെ എന്തൊരു ഇഷ്ടമാണെന്നറിയോ. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പപ്പടക്കമ്പി എടുത്തിട്ട് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സ്പൂണൊക്കെ വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം, അതുപോലെ കത്തിയൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇവിടെ അമ്മൂമ്മയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. സൂക്ഷിക്കണം എന്നേ ഉള്ളൂ. എൻ്റെ ഈ അപ്പക്കാര ആൾ ശരിയല്ല, ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുക. എപ്പോഴും അതങ്ങോട്ട് വീഴാച്ചിട്ടാണ് ഞാൻ പേടിച്ചിരിക്കണത്. അപ്പോൾ ഒരു ടെൻഷനുണ്ട്. പിന്നെ ഈ മണം വന്നു തുടങ്ങിയിട്ടോ, ശരിക്കും ആ നെയ്യിൻ്റെയും അപ്പത്തിൻ്റെയൊക്കെ ഒരു മണം. ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ശരിക്കും കുറച്ച് നെയ്യും കൂടി അങ്ങോട്ട് ഒഴിക്കുമ്പോൾ നെയ്യപ്പത്തിൻ്റെ കറക്റ്റ് ആ ഒരു സ്മെല്ലാണ് കിട്ടുക. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ്. നമ്മൾ പെട്ടെന്ന് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ണിയപ്പം റെഡി. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ അതേ ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുക ഇത്. ഇനി ഞാൻ പതുക്കെ ഇത് എടുക്കുകയാണ്. 2 ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എടുക്കുക കേട്ടോ. ഒരു ബാച്ച് കഴിഞ്ഞു, 2 ബാച്ച് കഴിഞ്ഞു, ഇത് 3ാമത്തെ ബാച്ചാണ്. അപ്പോൾ അധികം എണ്ണയൊന്നും കുടിക്കുന്നില്ല. 3ാമത്തെ ബാച്ച് ഒഴിക്കുമ്പോഴും കണ്ടില്ലേ, അതിൽ അത്യാവശ്യം
എണ്ണയും നെയ്യും കൂടിയിട്ടുള്ള മിക്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷൻ വേണ്ട, എണ്ണ അധികം കുടിക്കുമോന്നൊന്നും, എണ്ണയൊന്നും കുടിക്കണില്ല. അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള അപ്പം തന്നെയാണ്, സോഫ്റ്റാണ്, അതുപോലെ തന്നെ ഷടപടേന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇല്ലേ? അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പലരും ഉണ്ടാക്കാൻ തന്നെയായിരിക്കും, പക്ഷേ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ കുറേ കമൻസ് ഒക്കെ വരുന്നുണ്ട്, ഇതെന്താ നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ചെയ്യണേ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. പ്രത്യേകിച്ചൊന്നും ഞാൻ ഉണ്ടാക്കണില്ല, പലതും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് നാടനും കൂടി ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ സംസാരിച്ച് സമയം പോയി. നമ്മളുടെ അപ്പം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഒരു 4-5 ബാച്ച് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഈ അളവിൽ. നമ്മളുടെ ഉണ്ണിയപ്പങ്ങളൊക്കെ റെഡിയായി ഇവിടെ ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ? നല്ല മണം വരുന്നുണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റാണ്, ഇത്തിരി ക്രിസ്പിയൊക്കെ ആണ് കഴിക്കാനൊക്കെ. നല്ല ചൂടുണ്ട് കേട്ടോ ഈ അപ്പം. ഞാൻ വേറെ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം, പൊട്ടിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സോഫ്റ്റ് ആണോ അല്ലേന്ന്. ഇതൊരു 3-4 ദിവസം പുറത്ത് വെക്കാം. പിന്നെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഒരു 1-1.5 ആഴ്ചയൊക്കെ ഇരിക്കും കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാറില്ല, കഴിയുന്നതും വേഗത കഴിയാറുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കാരണം കൂടിയും പറയണം കേട്ടോ. അപ്പോൾ ശരി, താങ്ക്